ഹലോ, അപ്പോൾ നമ്മൾ തേർഡ് ഡേയിലേക്കാണ്. തേർഡ് ഡേ ഓഫ് റെനോവേഷൻ ആണ്. അതെ, അപ്പം എല്ലാ ദിവസത്തെ പോലെ നമ്മൾ വീണ്ടും റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഒരു ഉഷാറും നമുക്ക് രണ്ടുപേർക്കും ഇല്ല, കാരണം കുറച്ച് മേലുവേദനയും കാര്യങ്ങളൊക്കെ. നമ്മൾ അങ്ങനെ ശരീരം ആണെങ്കിൽ പണിയൊക്കെ ചെയ്തിട്ട് വർഷങ്ങളായി. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ശരീരത്തിന്. അതെ, മേലിലാണെങ്കിൽ പക്ഷേ എടുക്കേണ്ടി വരില്ല എന്നിട്ടാണ് ഡോക്ടർ ആയത്. പക്ഷേ സീനൊന്നുമില്ല. ജിമ്മിൽ പോയി കാശ് കൊടുക്കുന്നതിനെക്കാട്ടും നല്ലത് ഇതാണ്. നമ്മൾ ഓൾറെഡി ജിമ്മിൽ പോകാനൊരു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ ജിമ്മ് ക്യാൻസൽ ചെയ്യാം. ട്രെയിനിന് വെയിറ്റ് ചെയ്യാണ്. ട്രെയിൻ വരും, നേരെ നമ്മൾ ഫ്രണ്ട് പിക്ക് ചെയ്യും, അത്രേ ഉള്ളൂ. അതെ, അപ്പോൾ ഇന്നത്തെ റെനോവേഷൻസും ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടികളൊക്കെ നമ്മൾ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മൾ ഒരു ഏഷ്യൻ കടയിൽ നിന്ന് വാങ്ങിയൊരു ചിപ്സാണ്. കാരണം നമ്മൾ വാങ്ങിയ ഫുഡ്, നമ്മൾ എടുത്ത ഫുഡിന് ട്രെയിനിൽ നിന്ന് കഴിക്കാൻ കുറച്ച് മണമായിരിക്കുമല്ലോ, അത് കാരണം ഈ ചിപ്സ് വാങ്ങിയതാണ്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. അത് ഹോട്ട് ചില്ലി എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ എരിവായിരിക്കുന്ന വിചാരിച്ച, പക്ഷേ ഒരു രക്ഷയില്ല, കിടില സാധനം. അപ്പോൾ നമ്മൾ കുറച്ച് ഹിഞ്ചസ് വാങ്ങാൻ വേണ്ടി പോവാണ്. അത് കഴിഞ്ഞിട്ടാണ് അതേ കടയിൽ തന്നെയാണ്. അതെ, ഇനിയിപ്പോൾ ഇവിടുന്ന് അപ്പോൾ നമ്മൾ പണിയെടുക്കുന്ന സ്ഥലത്ത് വാട്ടർ സപ്ലൈ ഒന്നും സെറ്റ് ആവാത്തതുകൊണ്ട് നമ്മൾ ഇതേപോലത്തെ ഷോപ്പുകളിലൊക്കെ പോയി പരിപാടി സാധിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ റെനോവേഷൻ പരിപാടിക്ക് പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹിഞ്ചസ്. ഇതിലേതെങ്കിലും ഒരെണ്ണം നമ്മൾ വാങ്ങണം. ഗൈസ്, ഈ ജർമ്മനിൽ കുണ്ടൻ ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സിൻ്റെ ടോയ്ലറ്റ് എന്നാണ്. ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്, ആദ്യം ഇവിടെ ഒരു ഫെൻസ് വെക്കണം. എന്നിട്ട് നമ്മുടെ ഡോഗ്സിനെയൊക്കെ ഇവിടെ തുറന്നു വിടാനുള്ള പ്ലാനാണ്. അക്മൽ ഉള്ളിലാണ് പണി ചെയ്യുന്നത്, ഞാൻ പുറത്താണ്. അപ്പം നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഈ ഫെൻസ് മൊത്തം പൊളിച്ചിട്ട് അവിടെ വേറൊരു ഫെൻസ്, അവിടെ ഫ്രണ്ടിൽ വേറൊരു ഫെൻസ് വെക്കാനാണ് പ്ലാന്. അപ്പം എന്തായാലും നോക്കാം, ഇതെല്ലാം പരിപാടി കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ഈ പരിപാടി എന്ന് പറയുന്നത് ഈ റൂമിലെ കാർപ്പറ്റ് മൊത്തം അഴിച്ചു മാറ്റലാണ്. നമ്മൾ ഇവിടുത്തെ ഇതെല്ലാം എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ക്ലീൻ. ഓക്കെ, അപ്പോൾ അടുത്ത നമ്മൾ ഈ റൂമിലെ കാർപ്പറ്റ് ഇതാക്കാൻ പോവാണ്. ലെറ്റ്സ് ഗോ. ക്ഷണിച്ചോ? ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കാർപ്പറ്റൊക്കെ എടുത്ത് താഴേക്ക് കളയാൻ പോവാണ്. ഈ കാർപ്പറ്റ് നമ്മൾ ഫ്ലോറിൽ നിന്ന് താഴോട്ട് ഇടാൻ പോവാണ്. ലാസ്റ്റ് കാർപ്പറ്റ്. ഓക്കെ, ഗുഡ് ജോബ്. അപ്പോൾ നമ്മൾ ഏകദേശം വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഫുള്ളായിട്ട് ക്ലീൻ ആയില്ലെങ്കിൽ നമ്മളിത് ഏകദേശം ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് അടുത്ത റൂം വൃത്തിയാക്കണം.
കുറേ ഡ്രിങ്ക്സ്, കോള, നട്ട്സ്. നമുക്കിനി ഇത്രയും കൂടെ ഷ്രെഡ് ചെയ്യാനുണ്ട്. ഏകദേശം നമ്മൾ കുറേ ഷ്രെഡ് ചെയ്ത് നമ്മൾ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ഗാർഡൻ വന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഷ്രെഡ് ചെയ്ത ഐറ്റംസൊക്കെ നമ്മൾ ഗാർഡനിലേക്കാണ് ഇടുന്നത്. ഇവിടെ 2 ടീംസ് ഇരിപ്പുണ്ട്. ഇവിടെ നമ്മുടെ ഫെൻസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത്രയും പരിപാടിയാണ് നമ്മളിന്ന് ചെയ്തത്. ഇനിയുണ്ട്. അപ്പോൾ എന്തായാലും ക്ഷണിച്ചോ? മുഖം കണ്ടാ പറയത്തില്ല. ഇന്നത്തെ പരിപാടികളൊക്കെ തീർന്നിരിക്കുകയാണ്. അങ്ങനെ ഡേ 3 സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. ഇനി നേരെ വീട്ടിൽ പോവാ, അത്രേ ഉള്ളൂ. അതെ, ആള് വീട്ടിലെത്ര സംസാരിക്കുകയാണ്. കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകുന്നതായിരിക്കും. അതെ. ഇനിയിപ്പോൾ 3ാമത്തെ ദിവസം കഴിഞ്ഞ് ഇനിയിപ്പോൾ അതെ റെനോവേഷൻ പരിപാടികളൊക്കെ ഇനിയും നമ്മൾ പുതിയ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും see you. Bye.